السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، ونشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن محمدا عبده ورسوله أرسله بالهدى دين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. اتقوا الله عباد الله، أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين. വേദിയിലെ അഭിവന്ദ്യനായ പണ്ഡിത ശ്രേഷ്ഠൻ അബ്ദുൽ ഹഖ് സുല്ലമി ആമയൂർ, വേദിയിൽ തന്നെ ഉപവിഷ്ടരായ എന്റെ സഹപ്രവർത്തകർ, മുളയങ്കാവ് പ്രദേശത്ത് തടിച്ചുകൂടിയിട്ടുള്ള സത്യാന്വേഷികളായ സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, ഈ ആദർശത്തെ വളരെയേറെ തെറ്റിദ്ധരിച്ചുകൊണ്ട് അസ്വസ്ഥമായ മനസ്സുമായി ഇവിടെ സന്നിഹിതരായിട്ടുള്ള സാധുക്കളായ നാട്ടുകാരെ, സഹപ്രവർത്തകരെ, ഇവിടെ രണ്ടാമത് നമ്മൾ സംഗമിച്ചത് കേരള നദ്വത്തുൽ മുജാഹിദീന്റെ 7ാം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി ഇവിടെ വരാനും ഈ നാട്ടുകാർക്ക് വേണ്ടി മാനവമോചനത്തിന് സൃഷ്ടാവിന്റെ സന്ദേശം എന്ന വിഷയം അവതരിപ്പിക്കുവാനും എനിക്ക് സാധിക്കുകയുണ്ടായി. സഹോദരങ്ങളെ, അന്ന് എന്റെ പ്രസംഗം കേട്ട മുസ്ലിം സമൂഹവും മറ്റു വ്യത്യസ്ത മതേതര ആശയമുള്ള മുഴുവൻ ആളുകൾക്കും അന്ന് ഇസ്ലാമിനെ സംബന്ധിച്ച് കുറച്ചൊക്കെ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ മനസ്സിലാക്കി കൊടുക്കാൻ അന്ന് നമുക്ക് സാധിക്കുകയുണ്ടായി. ആരോടുമുള്ള വാശിയുടെയോ വൈരത്തിന്റെയോ പേരിൽ സംഘടിപ്പിക്കപ്പെട്ടിരുന്ന ഒരു പ്രോഗ്രാം ആയിരുന്നില്ല അത്, മറിച്ചൊരു സമ്മേളനത്തിന്റെ ഭാഗമായ പ്രചരണമായിരുന്നു. ആകാശഭൂമികളുടെ തമ്പുരാനെ എவ்விதം പരിചയപ്പെടുത്താൻ കഴിയുമോ അவ்விதമെല്ലാം എല്ലാ വേദങ്ങളുടെ പിന്തുണയോടെ ഞാൻ അവതരിപ്പിക്കുകയുണ്ടായി. സത്യാന്വേഷികളായ ആർക്കും അറിയാം, അന്ന് എല്ലാ മനുഷ്യരോടും തൗഹീദ് എത്തിക്കേണ്ട ബാധ്യത നിർവഹിക്കപ്പെടുകയായിരുന്നു മുളയങ്കാവിൽ. ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തെ കണ്ടുകൊണ്ടല്ല, മറിച്ച് ഖുൽ യാ അഹ്ലൽ കിതാബി തആലൂ ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ വബൈനകും അല്ലാ നഅ്ബുദ ഇല്ലല്ലാഹ് വലാ തുജാദിലൂ അഹ്ലൽ കിതാബി ഇല്ലാ ബില്ലതി ഹിയ അഹ്സൻ ഉദൂ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇളത്തിൽ ഹസനതി വജാദിൽഹും ബില്ലതി ഹിയ അഹ്സൻ ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين والعصر إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر. വിശുദ്ധ ഖുർആനിലെ 3-ാം അധ്യായമായ സൂറത്തു ആൽ ഇംറാനിലെ 64-ാമത്തെ വചനം, വിശുദ്ധ ഖുർആനിലെ 29-ാം അധ്യായം സൂറത്ത് അങ്കബൂത്തിലെ 46-ാമത്തെ വചനം,
വിശുദ്ധ ഖുർആനിലെ 16-ാം അധ്യായം സൂറത്തു നഹ്ലിലെ 125-ാമത്തെ വചനം, വിശുദ്ധ ഖുർആനിലെ 41-ാം അധ്യായം സൂറത്തു ഫുസ്സിലത്തിലെ 33-ാമത്തെ വചനം, വിശുദ്ധ ഖുർആനിലെ 103-ാം അധ്യായത്തിലെ 1 മുതൽ 3 വരെയുള്ള വചനങ്ങൾ. ആ വചനങ്ങളുടെ എല്ലാം അർത്ഥവും വിശദീകരണവും ഒരുപക്ഷെ നമ്മുടെ ഇന്നത്തെ പൂർണ്ണ സമയം വേണ്ടിവരും അത് വിശദീകരിക്കാൻ. മുസ്ലിങ്ങളെ, സഹോദരങ്ങളെ, ഇസ്ലാമിക സമൂഹമേ, നിങ്ങൾ അറിയുമോ, നിങ്ങൾ ഗൗരവമായി പഠിക്കുമോ, ചർച്ച ചെയ്യുമോ എങ്കിൽ ഈ വചനങ്ങളുടെ എല്ലാം ആകത്തുക എന്താണെന്നറിയുമോ? കുലിയാ അഹ്ലൽ കിതാബി, അല്ലയോ വേദക്കാരെ, തആലൗ, നിങ്ങൾ വരൂ, ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ വബൈനകും അല്ലാ നഅ്ബുദ ഇല്ലല്ലാഹ്. വേദക്കാരെ, നിങ്ങൾ വരൂ, നിങ്ങൾക്കിടയിലും ഞങ്ങൾക്കിടയിലും സമമായ ഏകദൈവ വിശ്വാസത്തിലേക്ക്, തൗഹീദിലേക്ക്, ഇലാഹിയായ ആദർശത്തിലേക്ക് നിങ്ങൾ വരൂ എന്ന് വേദക്കാരോട് സ്നേഹപരമായ സംവാദത്തിലേർപ്പെടാൻ ആകാശഭൂമികളുടെ തമ്പുരാൻ, അളവറ്റ ദയാവരനായ കാരുണ്യവാനായ പടച്ച തമ്പുരാൻ നമ്മളോട് ആവശ്യപ്പെട്ടു. 3-ാം അധ്യായം 64. വലാ തുജാദിലു അഹ്ലൽ കിതാബ്, നിങ്ങൾ വേദക്കാരുമായി നല്ല രൂപത്തിൽ നിങ്ങൾ സംവാദം നടത്തണം. ഇല്ലല്ലദീന ളലമൂ മിൻഹും, അവരിലെ അക്രമികളോട് വേണ്ട എന്ന് പടച്ച തമ്പുരാൻ 29-ാം അധ്യായം 46-ാമത്തെ വചനത്തിൽ പറഞ്ഞു. ഉദൂ ഇലാ സബീലി റബ്ബിക, നിങ്ങളുടെ റബ്ബിങ്കലേക്ക് തത്വദീക്ഷിതയോടെ പ്രമാണബദ്ധമായി നിങ്ങൾ ക്ഷണിക്കണമെന്ന് 16-ാം അധ്യായം 125-ലും. കാലം സാക്ഷിയാണ്, മനുഷ്യരെല്ലാം തീരാ നഷ്ടത്തിലാണ്, ലോകത്ത് പണ്ഡിതന്മാർ നഷ്ടത്തിലാണ് എന്നല്ല. ആളുകൾ ശരിക്കും മനസ്സിലാക്കണം. ഞാനിത് ഒന്ന് വിശദീകരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഖുർആനിലെ 103-ാമത്തെ അധ്യായം. എന്തുകൊണ്ടെന്നാൽ വളരെ ഗൗരവമായി തന്നെ നാം വിലയിരുത്തേണ്ട ഒരു അധ്യായമാണ് ഖുർആനിലെ 103-ാമത്തെ അധ്യായം. വൽ അസ്രി ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, തീർച്ചയായും മനുഷ്യരൊക്കെ തീരാ നഷ്ടത്തിലാണ് എന്നാണ് പടച്ച തമ്പുരാൻ പറയുന്നത്. ആലിമുകൾ തീരാ നഷ്ടത്തിലാണ് എന്നല്ല, പണ്ഡിതന്മാർ തീരാ നഷ്ടത്തിലാണ് എന്നല്ല, മദനിമാരും ഫാറൂഖിമാരും സലഫിമാരും ഫൈസിമാരും മായുദനിമാരും അതുപോലെ സക്കാഫിമാരും തീരാ നഷ്ടത്തിലാണ് എന്നല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. സഹോദരങ്ങളെ, ആ റോഡ് പരമാവധി ഒന്ന് ഒഴിവാക്കി കൊടുക്കുക. ഇമാത്തത്തുൽ അദാ അനിത്തൊരി, പരമാവധി നിങ്ങൾ അടുത്ത് അങ്ങോട്ട് റോഡിന്റെ അടുത്ത് അങ്ങോട്ട് കയറി നിൽക്കുക. വാഹനങ്ങൾക്ക് ഒരു തടസ്സവും. മുജാഹിദ് പ്രസ്ഥാനം അള്ളാഹുവിന്റെ റസൂലിന്റെ നാവ് കൊണ്ടല്ല, ഹൃദയം കൊണ്ടാ സ്നേഹിച്ചത്. അതുകൊണ്ട് എല്ലാവരും മാറി നിൽക്കുക. ശ്രോതാക്കളായ മുഴുവൻ ആളുകളും, മുസ്ലിങ്ങളുടെ മുഴുവൻ ബാധ്യതയാണ് റോഡിൽ നിന്നുള്ള പ്രയാസങ്ങൾ നീക്കുക എന്നത്. അത് ഈമാനിന്റെ ഭാഗമാണ്. അഷ്റഫുൽ ഖൽഖായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചാണ്. അതുകൊണ്ട് ഗൗരവം, വിഷയാവതരണം നിങ്ങൾ കേൾക്കുക, അത് ചെവിയുണ്ട. അതുകൊണ്ട് ദൂരെ മാറി നിന്ന് ശ്രദ്ധിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അബ്ദുൽ ഹഖ് സുല്ലമിയാമയൂർ ഇവിടെ ഖുർആനിലെ വചനം ഓതുകയുണ്ടായി. 39-ാം അധ്യായം 17-18 വചനങ്ങൾ ഓതി. ശ്രദ്ധിച്ചു കേട്ടാ മതി. നല്ലതാണെന്ന് തോന്നിയ സ്വീകരിക്കാം. ആർക്കും നിർബന്ധമില്ല കേട്ടോ. അള്ളാഹ് നിർബന്ധിച്ചിട്ടില്ല, പിന്നല്ലേ നമ്മൾ നിർബന്ധിക്കുക. റസൂല് നിർബന്ധിച്ചിട്ടില്ല കേട്ടോ. അള്ളാഹു നിർബന്ധിച്ചിട്ടില്ല, റസൂല് നിർബന്ധിച്ചിട്ടില്ല. അള്ളാഹുവിന്റെ റസൂലിനോട് വിശുദ്ധ ഖുർആൻ 24-ാം അധ്യായം സൂറത്തു നൂറാണ്, എല്ലാവർക്കും അറിയാം. അതിൽ 47 മുതൽ, റഫറൻസിനാണ് കേട്ടോ പറയുന്നത്, 47 മുതൽ 54 വരെയുള്ള വചനം നിങ്ങളൊന്ന് വായിച്ചു നോക്ക്. കുറെ കാര്യങ്ങൾ പറഞ്ഞു. സത്യനിഷേധികളും സത്യവിശ്വാസികളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ പറഞ്ഞു. അള്ളാഹു റസൂൽ അവരെ ക്ഷണിക്കപ്പെട്ടാൽ അവരുടെ സ്വഭാവത്തെ പറ്റിയൊക്കെ പറഞ്ഞിട്ട് അള്ളാഹു പറഞ്ഞു, വമാ അലർ റസൂലി ഇല്ലൽ ബലാഉൽ മുബീൻ, പ്രവാചകരെ അങ്ങയുടെ ഡ്യൂട്ടി എത്തിക്കലാണ്, എത്തിച്ചു കൊടുക്കലാണ് നിർബന്ധം. ലസ്ത അലൈഹിം ബിമുസൈതിർ, ലസ്ത അലൈഹിം ബിമുസൈതിർ. പ്രവാചക 88-ാം അധ്യായം നിങ്ങൾ പരിശോധിക്കണം. 20-21 വചനങ്ങൾ. 87-ാം അധ്യായം 21-22 വചനങ്ങൾ വായിച്ചു നോക്കൂ നിങ്ങൾ. ലസ്ത അലൈഹിം ബിമുസൈതിർ ഫദക്കിർ ഇന്നമാ അൻത മുദക്കിർ. ജനങ്ങളോട് പറയാ, ഇത് അങ്ങനെയൊക്കെ ഉണ്ട്, ഇതാ എന്നതൊക്കെയാണ് അതിന്റെ സവിശേഷത, ഇന്നതാണ് അതിന്റെ ശരി, ഇന്നതാണ് അതിന്റെ യാഥാർത്ഥ്യം. സ്വീകരിക്കാം, സ്വീകരിക്കാതിരിക്കാം.